വിന്റർ ഡാൻസ്. യൂക്കോണിലെ പോലെ ഞങ്ങളുടെ പ്രൊവിൻസിലും ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. ഉപ്പാനോട് യൂക്കോണിലൊന്നും പോകാതെ ഇവിടെയുള്ളതൊക്കെ കണ്ടാൽ പോരെ എന്നാണ് ഉമ്മാന്റെ ചോദ്യം. മത്സരങ്ങൾ കാണാൻ മാത്രല്ല, ഡോഗ് സ്ലെഡും ഉപ്പ പഠിച്ചു. ഞങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അതൊരു കഥ തന്നെയാണേ. മിസിസാഗയിൽ നിന്ന് 270 കിലോമീറ്റർ അകലെയുള്ള ഹാലിബർട്ടണിലാണ് ഡോഗ് സ്ലെഡിംഗ് നടക്കുന്ന വിന്റർ ഡാൻസ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഹാങ്കും ഭാര്യ ടാനിയയും അവരുടെ സൈബീരിയൻ ഹസ്കികളുമായി ശൈത്യകാല വിനോദത്തിന് വന്നതാണത്രേ ഇവിടെ. അന്നത്തെ കളി ഇപ്പോൾ കാര്യമായിട്ടാണ് ഹാലിബർട്ടൺ മലമ്പ്രദേശത്ത് നടക്കുന്നത്. 150 സൈബീരിയൻ ഹസ്കികൾ ഹാങ്കിന് സ്വന്തമായുണ്ട്. ഹാങ്കും ടാനിയായും യൂക്കോൺ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണ്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. മഞ്ഞു മൂടിക്കിടക്കുന്ന ഹാലിബർട്ടണിലെ ഊടുവഴികളിൽ ഉപ്പോ മണലോ വിതറിയിട്ടില്ല. അതുകൊണ്ട് നല്ല വെളുവെളുത്ത റോഡിലൂടെയാണ് ഉപ്പ ഡ്രൈവ് ചെയ്തത്. ബേക്കറിയിൽ ഐസിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന കേക്കുകൾ പോലെ തോന്നും മഞ്ഞു മൂടിയ വഴിയരികിലെ വീടുകളും പാറക്കൂട്ടങ്ങളും പൈൻ മരങ്ങളും കണ്ടാൽ. മഞ്ഞുകാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9 മണിയായി. ഉമ്മാനെയും കൊണ്ടാണ് ഉപ്പ ഡോഗ് സ്ലെഡിൽ പോണത്. 18 വയസ്സാകാതെ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് നായകളെ. കടിക്കൂ എന്നാണ് ഉമ്മാന്റെ പേടി. എന്നാൽ ഇഷ്ടവുമാണ്. ഈ പേടി മാറ്റാൻ ഞങ്ങളൊക്കെ കുറെ നോക്കി സുല്ലിട്ടു. അപ്പോഴാണ് ഉപ്പ ഈ പണി ഒപ്പിച്ചത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ആദ്യത്തെ ഗ്രൂപ്പ് ഓടാൻ പോയിരുന്നു. ഉപ്പാന്റെ ഗ്രൂപ്പിൽ ഗൈഡിനെയും ചേർത്ത് 4 ടീമുകളുണ്ട്. ഓരോ ടീമിനും 5 ഹസ്കികളെ കൊടുക്കും. ചുവപ്പും നീലയും കലർന്ന കയറാണ് ഗാങ് ലൈൻ. ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൂടിൽ കെട്ടും. ഈ കൂടാണ് സ്ലെഡ്. സ്ലെഡിൽ ഒരാൾക്ക് ഇരിക്കാം. മറ്റേയാൾ സ്ലെഡിനു പിന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന മരക്കാലുകളിൽ 2 കാലും ഉറപ്പിച്ച് നിൽക്കണം. സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഒരു ചെറിയ ബ്രേക്കും അവിടെയുണ്ട്. യാത്രയുടെ നിയമങ്ങളും ഗാങ് ലൈനിൽ നിർത്തുന്ന ഹസ്കികളുടെ ജോലിയും അവരോട് പറയേണ്ട വാക്കുകളും ഗൈഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. ഉപ്പാന്റെ ടീമിൽ 1000 മൈൽ ഓടി തികച്ച ജൂനിയർ എന്നു പേരുള്ള ഹസ്കിയുണ്ട്. ഗാങ് ലൈനിൽ ഏറ്റവും മുന്നിൽ 2 ഹസ്കികളാണ്. വഴി തെറ്റാതെ ടീമിനെ നയിക്കുന്നത് അവരാണ്. നടുവിൽ ഒരാൾ, അവരാണ് സ്വിംഗ് ഡോഗ്. മുന്നിലുള്ള 2 പേരെ നേരെ നടത്തുന്നതിൽ പ്രധാനി. ഏറ്റവും പിന്നിലായി 2 പേരുണ്ട്. അവരാണ് വീൽ ഡോഗ്സ്. വളവിലും തിരിവിലും ഭാരം ഏൽക്കാൻ കെൽപ്പുള്ളവർ. ഈ ഗാങ് ലൈനിന്റെ പിന്നിലാണ് വണ്ടിയും വണ്ടിക്കാരനും. വണ്ടിയും കയറുമൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് കൂട്ടിൽ നിന്ന് ഹസ്കികളെ പുറത്തിറക്കിയത്. പുറത്തു തലോടിയോ കെട്ടിപ്പിടിച്ചോ ഹസ്കികളെ ഓമനിക്കാം. പക്ഷെ സ്നേഹം മൂത്ത അവർക്ക് നമ്മൾ തീറ്റയൊന്നും കൊടുക്കാൻ പാടില്ല. സ്പെഷ്യൽ ഫുഡിന്റെ ആൾക്കാരാണ് ഇവർ. ഉപ്പാടെ ടീമിൽ നാണം കുടുങ്ങിയായ സ്നൂപ്പിയും ഫാൻഡവും ആയിരുന്നു മുന്നിൽ. കരുത്തനായ ജൂനിയർ നടുവിൽ. പിന്നിലായി മറ്റു 2 പേരും കൂടെ റെഡിയായപ്പോൾ ഉമ്മാനെ ഉന്തി തള്ളി വണ്ടിയിൽ കയറ്റിയിരുത്തി. ജൂനിയർ യൂക്കോണിലൊക്കെ ഓടിയതാണ്. ഉപ്പാന്റെ യൂക്കോൺ സ്വപ്നങ്ങൾ കേട്ട് ജൂനിയറിനെ ടീമിൽ ഇട്ടുകൊടുത്തതാണ്. യാത്രയ്ക്ക് മുൻപ് ഗൈഡിന്റെ സ്റ്റഡി ക്ലാസ്സിൽ ഹസ്കികളോട് പറയേണ്ട വാക്കുകളൊക്കെ പങ്കെടുക്കുന്ന ടീമിലെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്നു. ഉമ്മാനെ ഞങ്ങൾ അതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. കാരണം ഉമ്മയാണല്ലോ ഇതൊക്കെ പറയേണ്ടത്. മുന്നോട്ടു പായാൻ ഹൈക്ക്, പാച്ചിൽ നിർത്താൻ ബ്രേക്ക്, മാത്രം പോരാ വാഹ് എന്നൂടെ പറയണട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൈ ഉയർത്തി കാണിച്ച് ഗൈഡ് മുന്നോട്ടു പാഞ്ഞു. അതിനു പുറകിലായി മറ്റു 2 ടീമുകളും. ഏറ്റവും ഒടുവിൽ ഹൈക്ക് പറയേണ്ടത് ഉമ്മയാണ്. ഞങ്ങളെ ഒന്ന് നോക്കി കണ്ണടച്ച് ഉമ്മയും പറഞ്ഞു ഒരു ഹൈക്ക്. അതാ അവരുടെ വണ്ടിയും പാച്ചിൽ തുടങ്ങി. ഇവര് മോശക്കാരല്ലാട്ടോ. ക്യാമറയും കയ്യിൽ പിടിച്ച് ഗമയിൽ ഉമ്മയിരുന്നു. ഗൈഡ് ഇടയ്ക്കിടയ്ക്ക് നിർത്തി എല്ലാവരെയും വന്ന് നോക്കിപ്പോകും. യാത്ര തുടങ്ങുമ്പോൾ വീണ്ടും ഉമ്മ ഹൈക്ക് പറയണം. അങ്ങനെ ഒരിടത്ത് നിർത്തി വീണ്ടും പുറപ്പെടുമ്പോൾ ഉമ്മ ഹായ് എന്നാണ് അത്രേ പറഞ്ഞത്.
ഹസ്കികൾ 5 പേരും ഉപ്പാനെയും നോക്കി അനങ്ങാതെ നിന്നു. ഇവരെന്താ നോക്കിയോണ്ട് നിൽക്കണത് എന്ന് ഉമ്മ ചോദിച്ചപ്പോഴാണ് ഹൈക്കിന് പകരം ഹായ് പറഞ്ഞാൽ അവര് പോവൂല എന്ന് ഉപ്പ പറഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് ഉമ്മ അവരോട് സോറി പറഞ്ഞ ഹൈക്കെന്ന് പറഞ്ഞപ്പോഴാണ് ടീം ഓടിത്തുടങ്ങിയത്. ട്രെയിനിനുള്ളിലൂടെ കയറ്റങ്ങളും ഇറക്കങ്ങളും കഴിഞ്ഞാൽ പിന്നെ മഞ്ഞിൽ ഉറഞ്ഞുപോയ തടാകം മുറിച്ചു കടക്കണം. ഐസ് ശരിക്കും ഉറച്ചിരിക്കുമോ എന്നായിരുന്നു ഇത്രേ ഉമ്മാടെ പേടി. ഹസ്കികൾ തടാകത്തിലൂടെ ഓടുമ്പോൾ ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തരായിരുന്നു എന്നാ ഉമ്മ പറഞ്ഞത്. തടാകം കടന്ന് മറുകരയിലെത്തിയപ്പോൾ വിശ്രമത്തിനായി കുറച്ചു നേരം എല്ലാവരും ഓട്ടം നിർത്തി. ഉമ്മാടെ കയ്യിൽ നിന്ന് ഉപ്പ ക്യാമറ വാങ്ങി ഫോട്ടോ എടുപ്പിൽ മുഴുകി. ആ തക്കത്തിന് ഹസ്കികൾ ഉമ്മാനെയും വലിച്ചോണ്ട ഒറ്റയോട്ടം. ഉപ്പാക്ക് വണ്ടിയിലെ ബ്രേക്ക് ചവിട്ടാനും കഴിഞ്ഞില്ല. പോരെ പൂരം. ഉമ്മാന്റെ നിലവിളി കേട്ട് മറ്റു ടീമുകാരും ഗൈഡും ഓടിയെത്തി വണ്ടി പിടിച്ചു നിർത്തിയെന്നാ ഉപ്പ പറഞ്ഞത്. എന്തായാലും ആ പോക്കോടെ ഉമ്മാന്റെ പേടി കുറച്ചൊക്കെ ഒന്ന് കുറയുകയും ചെയ്തു ട്ടോ. അത് മാത്രല്ല, ഉമ്മാക്ക് ജൂനിയറിനെ വല്ലാതെ ഇഷ്ടായി. ഷോ, ഉമ്മാനെയും കൊണ്ട് യൂക്കോണിലേക്ക് പോയാൽ എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാവുക.